So aviation industry എന്ന് പറയുന്നത് ഒരു $800 billion ഇൻഡസ്ട്രിയാണ്. ഇറ്റ് ഈസ് എ ഹ്യൂജ് ആൻഡ് വാസ്റ്റ് ഇൻഡസ്ട്രി. ഒരു നോട്ടത്തിൽ നമുക്ക് തോന്നും എയർക്രാഫ്റ്റിൻ്റെ ഓപ്പറേഷൻസും അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ മാത്രമാണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ളവരാണ്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ട്രൂ. വെൻ വി ടോക്ക് അബൌട്ട് ഏവിയേഷൻ ഇൻഡസ്ട്രി, ഇറ്റ് ഇൻക്ലൂഡ്സ് പീപ്പിൾ who manufacture the aircraft. അതായത് എയർക്രാഫ്റ്റിന് ഒരു പാർട്ട് മാനുഫാക്ചറിങ് തൊട്ട് അതിൻ്റെ അസംബ്ലി, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ഓപ്പറേഷൻ ഓഫ് കാർഗോ എയർക്രാഫ്റ്റ്സ്, ഓപ്പറേഷൻ ഓഫ് ചാർട്ടർ എയർക്രാഫ്റ്റ്സ്, ഓപ്പറേഷൻ ഓഫ് റെഗുലർ എയർക്രാഫ്റ്റ്സ്, കൊമേഴ്ഷ്യൽ എയർലൈൻസ്, അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി. സോ ഈ പറഞ്ഞ പോലെ തന്നെ ദർ ആർ എ ലോട്ട് ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ടെക്നിക്കൽ കരിയേഴ്സ് ആൻഡ് നോൺ ടെക്നിക്കൽ കരിയേഴ്സാണ്. ഈ ടെക്നിക്കൽ കരിയേഴ്സ് കുറച്ചുകൂടെ ഇൻഡെപ്ത് സ്റ്റഡി വേണ്ട, കുറച്ചും കൂടെ ടെക്നിക്കൽ നോളജ് ആവശ്യമുള്ള കരിയേഴ്സാണ്, ലൈക്ക് ദ നെയിം സജസ്റ്റ്. സോ ആരൊക്കെയാണ് ഈ ടെക്നിക്കൽ സ്കില്ലിനകത്ത് വരുന്ന ആൾക്കാർ? Pilots are one of the highest paid technical job holders in the aviation industry. Obviously അവർക്ക് എത്രയോ മണിക്കൂറുകളുടെ ട്രെയിനിങ് മിനിമം ഉണ്ടെങ്കിലാണ് അവർ ഒരു കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റോ അല്ലെങ്കിൽ ഒരു റെഗുലർ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ അലൗ ചെയ്യുന്നത്. ആൻഡ് ദേ ഹാവ് ടു സ്റ്റഡി എ ലോട്ട് ഓഫ് തിങ്സ്. ഈ പറഞ്ഞ പോലെ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഫിസിക്സ് എന്താണ്, വെതർ കൺട്രോൾ, ATCയുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നാവിഗേഷൻ സ്കിൽസ്, അങ്ങനെ ഒരുപാട്. ഇതൊന്നും കൂടാതെ ദേ ഓൾസോ നീഡ് സം അതർ സ്കിൽസ് ലൈക്ക് ഒരു എമർജൻസി വന്നാൽ, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. So all these include a pilot's training, and most of it is basically technical. ഇത് കൂടാതെ എൻജിനീയേഴ്സ്, AMEs, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എൻജിനീയേഴ്സ്, അതിലും നമുക്ക് സെഗ്രിഗേഷൻ ഉണ്ട്. ഏവിയോണിക്സ് ആണോ അല്ലെങ്കിൽ ജനറൽ മെയിൻ്റനൻസ് ആണോ? അപ്പോൾ അഗെയിൻ, സോ ദീസ് ആർ ഓൾസോ ടെക്നിക്കൽ ജോബ്സ് ദാറ്റ് കം അണ്ടർ ദി ഏവിയേഷൻ ഇൻഡസ്ട്രി. യു ഓൾസോ ഹാവ് ATC കൺട്രോളേഴ്സ്, എയർ ട്രാഫിക് കൺട്രോളേഴ്സ്. ഇവരുടെ ജോലികളെല്ലാം ടെക്നിക്കൽ ജോലികൾ അല്ലെങ്കിൽ ടെക്നിക്കൽ പാർട്ട് ഓഫ് ഏവിയേഷനിൽ വരുന്ന ജോബ്സാണ്. നോൺ ടെക്നിക്കൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന cabin crew will fall under the non-technical area of the aviation industry. Again, ground staff ആണെങ്കിലും നോൺ ടെക്നിക്കലാണ്. കാരണം വൈ? ബിക്കോസ് ദേ ഡീൽ മോസ്റ്റ്ലി വിത്ത് ദ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറുടെ സർവീസ് പ്രൊവൈഡിങ്, ഇതൊക്കെയാണ് ഈ പറയുന്ന രണ്ട് കാറ്റഗറീസും മോസ്റ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. ഓഫ്കോഴ്സ് ദ ക്യാബിൻ ക്രൂവിന് കുറച്ചും കൂടെ ഒരു സേഫ്റ്റി ആൻഡ് സർവീസ് രണ്ടും ഇൻക്ലൂഡഡ് ആണ്. ബിക്കോസ് യു ഹാവ് ടു ഓപ്പറേറ്റ് ദ ഡോസ് ഓഫ് ദി എയർക്രാഫ്റ്റ്, ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് ഉണ്ട്, അങ്ങനെ ഫയർ ഫൈറ്റിംഗ് ഉണ്ട്. ബട്ട് ദെൻ ഈവൻ ദെൻ ഇറ്റ് ഇസ് സ്റ്റിൽ കൺസിഡർ നോൺ ടെക്നിക്കൽ ജോബ്. സോ ഇതെങ്ങനെയാണ് നമ്മൾ രണ്ട് ഏരിയാസ് ആയിട്ട് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ കരിയേഴ്സ് ഡിവൈഡ് ചെയ്യുന്നത്. Now another question that a lot of people might want to ask is എന്താണ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ കയറാനുള്ള ഒരു എലിജിബിലിറ്റി? ടെക്നിക്കൽ സ്കിൽസിന് അതിൻ്റെതായ എലിജിബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എവറി കൺട്രി ഹാസ് എ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ് ടു ബിക്കം എ ക്യാപ്റ്റൻ. ഒരു പൈലറ്റ് ആവണമെങ്കിൽ ഓരോ കൺട്രിക്കും ഓരോ റിക്വയർമെൻ്റ് ആണുള്ളത്. ഇന്ത്യയിൽ കറൻ്റ്ലി DGCA wants you to have +2 സയൻസ് എടുത്ത് ഇത്ര % മാർക്കുള്ള ആൾക്കാരാണ് DGCA അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ DGCA ലൈസൻസിങ് കൊടുക്കുന്നത്. ബട്ട് ഇഫ് യു വോണ്ട് ടു ബി എ പൈലറ്റ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ, യു ജസ്റ്റ് ഹാവ് ടു ബി എ +2 ഹോൾഡർ. അതായത് +2 കംപ്ലീറ്റ് ചെയ്ത ആർക്കും ഒരു പൈലറ്റ് ആവാം ഇന്ത്യയുടെ പുറത്ത്. ഇന്ത്യയിലാണ് കുറച്ചും കൂടി റെസ്ട്രിക്ഷൻസ് ഉള്ളത് നമുക്ക്. Engineering is basically like you do your normal engineering, you have to go and do an aviation engineering, basically aeronautical engineering നമുക്ക് ചെയ്യാം. ഇതിലും സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ഫർദർ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ദാറ്റ് is depending on your choice how you want to do that. Now if you talk about the non-technical jobs, which is cabin crew, which is ground staffന് in India, we are talking about India right now. ഇന്ത്യയിൽ എല്ലാ എയർലൈനും റിക്വയർ ചെയ്യുന്നത് ഗ്രാജുവേഷനാണ്. ദാറ്റ് ഈസ് യുവർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ക്യാബിൻ ക്രൂവിന് എയർലൈൻസ് റിക്വയർ ചെയ്യുന്നത് +2 ആണ്. സോ ഇഫ് യു ആർ എ 12th പാസ്, you can apply for a cabin crew job, and if you are a graduate, you can apply for a ground staff job. This is your educational qualification. ഇത് കൂടാതെ നമുക്ക് കുറച്ച് ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് വേണം, അതുപോലെ കുറച്ച് സോഫ്റ്റ് സ്കിൽസ് വേണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ്? Obviously you have to be a certain height. ക്യാബിൻ ക്രൂവിനാണ് ഈ ഹൈറ്റ് റിക്വയർമെൻറ്റ് കൂടുതലുള്ളത്. അത് DGCയുടെ ഒരു റിക്വയർമെൻ്റ് ആണ്. അതായത് ഇൻ കേസ് ഓഫ് എൻ എമർജൻസി നിങ്ങൾക്ക് എമർജൻസി എക്യുപ്മെൻറ്റ്സ്, അതായത് ഓവർ ഹെഡ് ബെൻസിലുള്ള എമർജൻസി എക്യുപ്മെൻറ്റ്സ് എടുക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഹൈറ്റ് റിക്വയർമെൻറ്റ് പറയുന്നത്. സോ ഇൻ ഇന്ത്യ കറൻ്റ്ലി the height that you need, minimum height നിങ്ങൾക്ക് ആവശ്യം ഒരു ക്രൂ ആവാൻ വേണ്ടത് 155 centimeters ആണ്. 155 centimeter ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിഗോ പോലൊരു എയർലൈനിൽ ക്യാബിൻ ക്രൂ ആയിട്ട് അപ്ലൈ ചെയ്യാം. ബട്ട് അതർ എയർലൈൻസ്, ഈ പറയുന്ന വിസ്താര, എയർ ഇന്ത്യ, അവരൊക്കെ ചോദിക്കുന്നത് 157 centimeters ആണ്. അപ്പോൾ എന്താണ് ഒരേ കൺട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് എയർലൈൻസ് ഹൈറ്റ് റിക്വയർമെൻറ്റ് ചോദിക്കുന്നതെന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. റീസൺ ബീങ്, ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യുന്നത് Airbus 320 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് മാത്രമാണ്. ഇൻഡിഗോൻ്റെ മോഡൽ അങ്ങനെയാണ്. ദേ ഹാവ് ഓൺലി 1 എയർക്രാഫ്റ്റ് ടൈപ്പ് ആൻഡ് ദേ പ്രിഫർ ടു ഓപ്പറേറ്റ് ഓൺലി ദാറ്റ് എയർക്രാഫ്റ്റ് ടൈപ്പ്. ഇനി അതല്ലെങ്കിലും അവരുടെ അടുത്ത് ഇപ്പോൾ റീസെൻ്റ്ലി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ATR എന്ന് പറയുന്നത് ഈ Airbus 320-നേക്കാളും ചെറിയൊരു എയർക്രാഫ്റ്റാണ്.
So basically, aircraft ചെറുതാകുമ്പോൾ അതിനുള്ള ഹൈറ്റ് റിക്വയർമെൻറ്റും ചെറുതാണ് because you only need to reach a certain height. Whereas other airlines like Vistara, Air India, ഇവർക്കൊരു മിക്സഡ് ഫ്ലീറ്റ് ഉണ്ട്. അതായത് ദേ ഹാവ് വൈഡ് ബോഡി എയർക്രാഫ്റ്റ്സ്, നാരോ ബോഡി എയർക്രാഫ്റ്റ്സ്, ഇപ്പോൾ ചെറുതും വലുതും ആയിട്ടുള്ള ഒരുപാട് എയർക്രാഫ്റ്റ്സ് ബാക്കിയുള്ള എയർലൈൻസിനുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ എയർക്രാഫ്റ്റിൽ എങ്ങനെയാണോ ഹൈറ്റ് റിക്വയർമെൻറ്റ് അതനുസരിച്ചാണ് അവർ ക്രൂവിനെ റിക്രൂട്ട് ചെയ്യുന്നത്, സോ ദാറ്റ് ഈ ക്രൂവിന് എല്ലാ എയർക്രാഫ്റ്റും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. So that is the difference that you see between these two airlines. പുറത്ത് നോക്കിയാൽ if you look at international airlines like Emirates, Etihad, Qatar Airways, ഇവിടെ എവിടെയും നിങ്ങളുടെ ഹൈറ്റ് ആരും മെഷർ ചെയ്യുന്നില്ല. വാട്ട് ദേ ഡു ഇസ് ദേ ആസ്ക് യു ടു റീച്ച് എ സർട്ടൻ പോയിന്റ്. അപ്പോൾ ഒരു വാളിൽ അവർ ഇത്ര സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്യും, 112 സെൻറ്റിമീറ്റേഴ്സ് മാർക്ക് ചെയ്തിട്ട് നിങ്ങളോട് ടച്ച് ചെയ്യാനാണ് പറയുന്നത്. സോ ബേസിക്കലി ഇറ്റ്സ് എ സെയിം തിങ്, പക്ഷേ അത് ചെക്ക് ചെയ്യുന്ന രീതി വ്യത്യാസം എന്ന് മാത്രം. അതായത് ഇവിടെ നമ്മൾ ഹൈറ്റ് ചെക്ക് ചെയ്യുന്നു, പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വേറെയുള്ള എയർലൈൻസ്, ഇൻ്റർനാഷണൽ എയർലൈൻസ് നിങ്ങൾക്ക് ആ ഹൈറ്റ് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു റീച്ച് ടെസ്റ്റാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ഫിസിക്കൽ ആട്രിബ്യൂട്ടാണ്. നെക്സ്റ്റ് ഇസ് യുവർ BMI, ബോഡി മാസ് ഇൻഡെക്സ്. ഹൈറ്റിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ആണോ ക്രൂവിനുള്ളത് എന്നുള്ളത് എല്ലാ എയർലൈനും നോക്കുന്നൊരു കാര്യമാണ്. പൊതുവെ പെൺകുട്ടികൾക്ക് ഒരു 18 to 22, ബോയ്സിന് 18 to 24 ആണ് BMI അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് ഫോർ മോസ്റ്റ് എയർലൈൻസ്. വൈ? ബിക്കോസ് മൾട്ടിപ്പിൾ റീസൺസ്. ഒന്ന്, BMI നമ്മുടെ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ കൂടിയാണ്. ആർ യു എ ഹെൽത്തി പേഴ്സൺ? ആർ യു ഇൻ ദ ഹെൽത്തി വെയിറ്റ് ഫ്രെയിം? ഇപ്പോൾ നമ്മൾ 18 താഴെയാണെങ്കിൽ നമ്മൾ അണ്ടർ വെയിറ്റ് ആണ്, 24 മേലെയാണെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആണ്. Another reason that from the airline's perspective is fuel consumption. Aircraft's operation എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the load that you carry, the load that the aircraft carries is very proportionate to the kind of fuel that it burns. അപ്പോൾ ഒരുപാട് വെയിറ്റുള്ള എയർക്രാഫ്റ്റിന് ഒരുപാട് ഫ്യൂൽ കൺസംപ്ഷൻ കൂടുതലായിരിക്കും. എയർക്രാഫ്റ്റിന് വെയിറ്റ് കുറവാണെങ്കിൽ ഫ്യൂൽ കൺസംപ്ഷൻ കുറവായിരിക്കും. സോ ദിസ് ഇസ് വൺ ഓഫ് ദി എയർലൈൻസ് അറ്റംപ്റ്റ്സ് ടു മോഡറേറ്റ് ദിയർ ഫ്യൂൽ കൺസംപ്ഷൻ. അപ്പോൾ അവരുടെ ഫ്ലീറ്റിലുള്ള ക്യാബിൻ ക്രൂ ഒരു സർട്ടൺ വെയിറ്റ്, ഒരു ഹെൽത്തി വെയിറ്റിനകത്താണെങ്കിൽ അവർക്ക് ആ ഫ്യൂൽ കൺസംപ്ഷൻ മോഡറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വൺ ഓഫ് ദി റീസൺസ് ദാറ്റ് എയർലൈൻസ് വാണ്ട് യു ടു ബി ഇൻ ദ റൈറ്റ് ഹെൽത്തി BMI. അത് മറ്റൊരു ഫിസിക്കൽ ആട്രിബ്യൂട്ടാണ്. പൊതുവേ ഫോർ ഗേൾസ് ആൻഡ് ബോയ്സ് വി എക്സ്പെക്ട് ടു ഹാവ് ക്ലിയർ സ്കിൻ, നോ മാർക്സ്, വിസിബിൾ ഏരിയാസിലെ ടാറ്റൂസ്, ഇതൊന്നും ഇല്ലാത്ത കുട്ടികളെ വേണം എന്നാണ് എയർലൈൻസിൻ്റെ ഒരു റിക്വയർമെൻറ്റ്. വൈ ഇസ് ദാറ്റ്? സിമ്പിൾ. നമ്മൾ കസ്റ്റമർ സർവീസ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ നമ്മുടെ ഗ്രൂമിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. യു ആർ സപ്പോസ് ടു ബി ദ ഫേസ് ഓഫ് ദി എയർലൈൻ. അല്ല, നിങ്ങളെ എയർലൈനിൻ്റെ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഒരു എയർലൈൻ്റെ CEO ഒരു പാസഞ്ചർ ഒരിക്കലും ജീവിതത്തിൽ കാണില്ലായിരിക്കും. ഈവൻ ഇഫ് ഐ എം എ റെഗുലർ ട്രാവലർ, എല്ലാ ആഴ്ചയും ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ഐ മൈറ്റ് നെവർ മീറ്റ് രത്തൻ ടാറ്റ. But on every flight, I will meet the cabin crew. On every flight, I will meet the ground staff. So these people leave an impression. Like, ഇവരുടെ ഇംപ്രഷൻ, ഇവരുടെ പ്രസൻറ്റേഷൻ എങ്ങനെയാണ്, ഇവരുടെ ഗ്രൂമിങ് എങ്ങനെയാണ്, അത് എപ്പോഴും കസ്റ്റമേഴ്സിനൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഉണ്ടാക്കും. സോ ദാറ്റ് ഇസ് വൈ ദി എയർലൈൻസ് വാണ്ട് ദെയർ ക്രൂ ഓർ ദെയർ ഗ്രൗണ്ട് സ്റ്റാഫ് ടു ഹാവ് ക്ലിയർ സ്കിൻ, ബി വെരി വെൽ ഗ്രൂംഡ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടാണ് ഈ ക്ലിയർ സ്കിൻ, നോ ടാറ്റൂസ്, നോ മാർക്സ് എന്നൊക്കെ പറയുന്നത്. Another physical attribute that you need to have is you have to be pleasant. അതായത് ഒരു കസ്റ്റമർ സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പ്ലെസൻറ്റ് ആയിരിക്കണം. അത് നമ്മുടെ ബോഡി ലാംഗ്വേജിനും റിഫ്ലക്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഓൾസോ ലിറ്റിൽ ബിറ്റ് സോഫ്റ്റ് സ്കില്ലിനകത്ത് വരുന്നതാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ ഇമ്മീഡിയറ്റ് അപ്പിയറൻസ്. അതല്ലാത്ത സോഫ്റ്റ് സ്കിൽസ്, ഇഫ് യു ടോക്ക് അബൌട്ട് സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഒരു നോൺ ടെക്നിക്കൽ ജോബിലുള്ള ആൾക്കാർക്ക് വേണ്ട സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ആൻഡ് foremost you need to have communication skills, listening skills, patience, empathy is also important. ഇങ്ങനെ കുറേ സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾക്ക് വേണം. ബോഡി ലാംഗ്വേജ്, these are some soft skills that you need to develop. This we can teach you to develop. Patience and things like that you have to actually develop from your own side. So aviation industry എന്താണെന്നും അതിലുള്ള ജോബ് കാറ്റഗറീസ് എന്താണ്, അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.